പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ എത്ര അടുപ്പമുള്ളവരോ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചതിക്കപ്പെടാം. ബംഗളൂരുവിൽ ഒരു മലയാളി വ്യവസായിക്ക് സംഭവിച്ച ചതിയെക്കുറിച്ച് അറിയണം. ബിസിനസ് പങ്കാളികൾ ചതിച്ചുവെന്നും കർണാടക പോലീസിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും ആരോപിച്ച് വയനാട് സ്വദേശിയുടെ വീഡിയോ സന്ദേശം. വ്യവസായി ക്ലിപ്പിയും ഭാര്യയുമാണ് വീഡിയോയിലുള്ളത്. സ്വത്തുക്കളെല്ലാം ബിസിനസ് പങ്കാളികൾ വ്യാജരേഖ ഉണ്ടാക്കി കൈക്കലാക്കിയെന്നും ക്ലിപ്പി പറയുന്നു. ഇതോടെ ക്രഷറിന് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് വ്യവസായി. താൻ ചതിയിൽപ്പെട്ടെന്നാണ് വയനാട് സ്വദേശിയായ വ്യവസായി ക്ലിപ്പി വീഡിയോയിൽ പറയുന്നത്. തന്നെ ഏത് സമയവും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യും. തന്റെ സ്വത്തുക്കളെല്ലാം രണ്ടുപേർ ചേർന്ന് തട്ടിയെടുത്തെന്നും ക്ലിപ്പി പറയുന്നു. ഹലോ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങള് ഇവിടെ കർണാടകയിൽ ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി ഞാനിവിടെ ഒരു 12 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താണ്. ഇവരെന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് 8 വർഷത്തോളം എന്നെ കോടതി കയറ്റിയിട്ട് എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് എന്റെ പേരിലുള്ള ഭൂമിയെല്ലാം ഇവരുടെ പേരിൽ അവിടെ നിന്ന് എന്നെ സഹായിക്കാമെന്ന് വന്ന ഒരു അഷർഫ് എന്ന് പറഞ്ഞ ആളും സോമശേഖരനും കൂടി അവരുടെ പേരിലേക്ക് ഇത് മാറ്റി. ഇപ്പൊ അവര് സ്വന്തം പേരിൽ പുതിയ ലൈസൻസ് ഒക്കെ എടുത്ത് എല്ലാം ഇല്ലീഗലാണ്. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ക്രഷർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടിയിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി ഇവിടേക്ക് വന്നതാണ് സമരം ചെയ്യാൻ. ഇതിന്റെ മുന്നിൽ ക്രഷറിന്റെ മുന്നിലുള്ളത്. ക്ലിപ്പി മൈസാൻഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ഇദ്ദേഹത്തിന് കർണാടകയിൽ ക്രഷർ യൂണിറ്റ് ഉണ്ട്. എന്നാൽ വ്യാജരേഖ ഉണ്ടാക്കി തന്റെ സ്വത്തുക്കളെല്ലാം ബിസിനസ് പങ്കാളികൾ സ്വന്തമാക്കിയെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഇവിടെ അനധികൃതമായി ക്രഷർ പ്രവർത്തനം തുടങ്ങിയെന്നറിഞ്ഞ് സമരം ചെയ്യാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ എത്തിയതാണ്. കർണാടക പോലീസ് നീതി നൽകുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ തങ്ങളുടെ കാരവാൻ വളഞ്ഞിരിക്കുകയാണെന്നും AC അടക്കമുള്ള സൗകര്യങ്ങളൊന്നും വാഹനത്തിലില്ലെന്നും ക്ലിപ്പിയും ഭാര്യയും വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഇത് കാരവാനാണ്. കാരവാനിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. AC എല്ലാം ഓഫാണ്. ജനറേറ്ററിൽ പെട്രോൾ ഇല്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന അവർക്ക് പെട്രോളും കൊടുക്കരുത്, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. ഭക്ഷണം കൊടുക്കരുത്, അവർക്ക് പെട്രോളും കൊടുക്കരുതെന്ന് പറഞ്ഞ് എല്ലാം തടഞ്ഞിരിക്കുകയാണ് വേഗൂർ പോലീസ്. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് രാഹുൽ ഗാന്ധിന്റെ അടുത്ത് ഈ വിഷയം സംസാരിച്ചതാണ്. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഞാനും ബത്തേരി MLA IC ബാലകൃഷ്ണനും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ മിനിസ്റ്ററെ പോയി കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ടൊന്നും ഒരു ഇതുമില്ല. മുഴുവൻ ഒരു ഇല്ലീഗൽ പേപ്പറാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഫുഡില്ല, ഞങ്ങൾക്ക് AC ഇല്ല, ഞങ്ങൾക്ക് ഓക്സിജൻ നന്നായിട്ട് കിട്ടുന്നില്ല. ഇത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ഇതില് ഓക്സിജനും കിട്ടില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ക്ലിപ്പിയുടെ വളർച്ച സ്വന്തം കഴിവ് ഉപയോഗിച്ചായിരുന്നു. നദികളിലെ മണലിന് ക്ഷാമം വന്ന സമയത്ത് പാറ പിടിച്ചുണ്ടാക്കുന്ന മണലിന് ആവശ്യക്കാർ ഏറിയതോടെയാണ് ഇയാൾ ബിസിനസ്സിൽ വളർന്നത്. തുടർന്ന് 5ലേറെ ക്രഷർ യൂണിറ്റുകൾ നടത്തിയിരുന്ന ക്ലിപ്പി നോക്കുകൂലിയും കോറി പ്രശ്നങ്ങളും കാരണം സ്ഥാപനം അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് മാറ്റുകയായിരുന്നു. 13 പങ്കാളികൾ കർണാടകയിലെ ബിസിനസ്സിലുണ്ടായിരുന്നു എന്നാണ് വിവരം. ഇതിൽ പ്രധാനികൾ ശാന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയും സോമശേഖരൻ എന്ന വ്യക്തിയുമായിരുന്നു. ഇവർ തന്നെ ചതിച്ചെന്നും വധഭീഷണിയുണ്ടെന്നും പറഞ്ഞ് ഏതാനും വർഷം മുൻപ് ദുബായിൽ നിന്ന് ക്ലിപ്പി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കർണാടകയിലെ ക്രഷർ തർക്കം കോടതിയുടെ പരിഗണനയിലായിരുന്നു. വരും ദിവസങ്ങളിൽ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.